പ്രൊഫസർ ജഫ്രി ലാങ്. ഉത്തരങ്ങൾ തേടി യുക്തിവാദത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് യുക്തിഭദ്രമായ ഉത്തരങ്ങൾ തേടി നടക്കുന്ന പലരും നമ്മൾക്കിടയിലുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ളവർ ഇസ്ലാമാവുന്ന വലിയ ഉത്തരത്തിൻ്റെ പരിപൂർണതയിൽ അലിഞ്ഞു ചേരാറുണ്ട്. ഒരു പുഴ കടലിലേക്ക് ചെന്ന് ചേരും പോലെ. അമേരിക്കയിലെ കാൻസാസ് യൂണിവേഴ്സിറ്റിയിലെ ഗണിതശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ ജഫ്രി ലാങ്ങിൻ്റെ ജീവിതം ഇത്തരത്തിൽ ഒരു ഉദാഹരണമാണ്. 1954 അമേരിക്കയിലെ കണക്റ്റിക്കട്ടിൽ ഒരു റോമൻ കാത്തലിക് കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 18 വയസ്സുവരെ വിവിധ കാത്തലിക് സ്കൂളുകളിൽ പഠിച്ചു. ഈ പഠനകാലം ഉത്തരങ്ങളെക്കാൾ ഒരുപാട് ചോദ്യങ്ങളാണ് ബാക്കിയാക്കിയത്. അദ്ദേഹം തൻ്റെ ജീവിതാനുഭവം വിവരിക്കുന്നു. 1960കളിലും 70കളിലും ഉണ്ടായിരുന്ന മറ്റു ചെറുപ്പക്കാരെ പോലെ തന്നെ ഞാനും എനിക്ക് ചുറ്റുമുള്ള എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. സമൂഹം പരിഭാവനമായി കണ്ടിരുന്ന എല്ലാറ്റിനെയും ചോദ്യം ചെയ്യലും നിരാകരിക്കലും ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു. എൻ്റെ 18ാം വയസ്സോടെ ഞാൻ പരിപൂർണമായി ഒരു നിരീശ്വരവാദിയായി മാറിക്കഴിഞ്ഞിരുന്നു. ആളുകൾ സാധാരണ ചോദിക്കാറുള്ള ആ ചോദ്യം എന്നെയും അലട്ടി. സ്നേഹനിധിയും കാരുണ്യവാനുമായ ഒരു ദൈവമുണ്ടെങ്കിൽ പിന്നെ ഭൂമിയിൽ എങ്ങനെ കഷ്ടപ്പാടുണ്ടാവും? ആയിടെയാണ് ഞാൻ സാൻ ഫ്രാൻസിസ്കോ യൂണിവേഴ്സിറ്റിയിൽ ഗണിതശാസ്ത്ര അധ്യാപകനായി ചേരുന്നത്. അവിടെ വെച്ച് കണ്ടുമുട്ടിയ മുസ്ലിം സുഹൃത്തുക്കളുമായുള്ള സംസാരം എൻ്റെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങളുടെ ചെറിയ തുടക്കമായിരുന്നു. ഞാൻ അവരോടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയത് അവരുടെ ഉത്തരങ്ങളിലടങ്ങിയിരുന്ന സൂക്ഷ്മതയും കൃത്യതയുമാണ്. അങ്ങനെയിരിക്കെയാണ് എൻ്റെ വിദ്യാർത്ഥിയായിരുന്ന മഹ്മൂദ് ഖന്ദിൽ എനിക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു കോപ്പി സമ്മാനിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആ സമ്മാനം സാവധാനം എന്നെ കീഴടക്കുകയായിരുന്നു. ഞാൻ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ആ ഗ്രന്ഥം ഉത്തരം നൽകി. മനുഷ്യ മനസ്സിനെ സൃഷ്ടിച്ചവനല്ലാതെ മറ്റാർക്കാണ് മനസ്സിൻ്റെ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം മുൻകൂട്ടി രേഖപ്പെടുത്താനാവുക? ഓരോ രാത്രിയും ഞാൻ ചോദ്യങ്ങളും ഇസ്ലാമിനെതിരായ ന്യായങ്ങളും ആലോചിച്ചുണ്ടാക്കും. പക്ഷേ പിറ്റേന്ന് അവക്കൊക്കെയുമുള്ള ഉത്തരങ്ങൾ എന്നെ കാത്ത് എൻ്റെ ഖുർആനിലുണ്ടാകും. എൻ്റെ ചിന്തകളെ വായിക്കുന്ന ആരോ എനിക്ക് വേണ്ടി എഴുതിയ പുസ്തകമാണിതെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. ഖുർആൻ്റെ പേജുകൾ ഞാൻ എന്നെ തന്നെ കണ്ടുമുട്ടുന്ന കണ്ണാടിയായി മാറി. ഞാൻ 5 നേരം നമസ്കരിക്കാൻ ആരംഭിച്ചു. അതെനിക്ക് വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്ത ഒരാത്മീയാനുഭൂതി തന്നു. പ്രത്യേകിച്ചും സുബഹി നമസ്കാരത്തിന് വല്ലാത്തൊരു ഭംഗിയായിരുന്നു. അറബിയിൽ ഖുർആൻ പാരായണം കേൾക്കുന്നതും എനിക്ക് വലിയ മാനസിക സംതൃപ്തി നൽകി. തൻ്റെ അമ്മയുടെ സ്വരം കേൾക്കുന്ന കുഞ്ഞിനെപ്പോലെ ഖുർആനിൻ്റെ മാധുര്യം എനിക്ക് ആശ്വാസമേകി. അങ്ങനെ വിശ്വാസവും ആചാരങ്ങളും എന്നിലെ മുസ്ലിമിനെ പൂർണ്ണനാക്കി. അതേസമയം ഗണിതശാസ്ത്രവും എനിക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു. ഗണിതം യുക്തിസഹമാണ്. നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം ഗണിതത്തിലുണ്ട്. അതിനാൽ തന്നെ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ ബാക്കിയാക്കുന്ന ഒന്നും എനിക്കിഷ്ടമായിരുന്നില്ല. ഇസ്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഇഷ്ടമായി മാറുന്നത് വലിയ ഉത്തരങ്ങൾ നൽകിയ ദർശനമെന്ന നിലയിലാണ്. ഇസ്ലാം നമ്മുടെ ചിന്തയോടും ബുദ്ധിയോടുമാണ് സംവദിക്കുന്നത്. പ്രൊഫസർ ജഫ്രി ലാങ്ങിൻ്റെ ജീവിതകഥ ഇന്നും ആയിരങ്ങളെ പ്രചോദിപ്പിക്കുന്നു. അദ്ദേഹം എഴുതിയ ഈവൻ ഏഞ്ചൽസ് ആസ്ക് എ ജേർണി ടു ഇസ്ലാം ഇൻ അമേരിക്ക എന്ന പുസ്തകം അമേരിക്കയിൽ വലിയ തോതിലാണ് വിറ്റഴിഞ്ഞത്.